ഹലോ ഓൾ, എല്ലാവരും ലോക്ക്ഡൗണായിട്ട് വീട്ടിൽ സേഫായിട്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ക്ലാസ് കുറച്ച് മിസ്സായതുണ്ടായി. അങ്ങനെ മിസ്സായിട്ട് നമുക്ക് ഒരു ടോപ്പിക്ക് വിട്ടുപോയതാണ് മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോൾ നമുക്കിന്ന് മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അതിന് കുറച്ച് ഭാഗങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊന്നുകൊണ്ടൊന്ന് റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ബീം ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മുന്നേ പഠിച്ചതാണ് ഇതെല്ലാം, എന്നാൽ ജസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം കാൻഡിലിവർ ബീം പഠിച്ചിട്ടുണ്ടായിരുന്നു, സിംപ്ലി സപ്പോർട്ട് ബീം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓവർ ഹാങ് ബീം പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെമ്മിൽ അല്ലേ. കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈഡ് ഫിക്സ്ഡ് ആയിരിക്കും, അപ്പുറത്തെ സൈഡ് ഫ്രീ ആയിരിക്കും. സിംപ്ലി സപ്പോർട്ട് ബീം ആണെങ്കിലോ ഒരു സൈഡ് പിൻഡായിരിക്കും, മറ്റേ സപ്പോർട്ട് റോളർ സപ്പോർട്ടായിരിക്കും. ഓവർ ഹാങ് ആണെങ്കിൽ ഐദർ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുക അല്ലെങ്കിൽ രണ്ട് സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുക ഫ്രം സിംപ്ലി സപ്പോർട്ടഡ്സ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതല്ലാതെ ഈ സെമ്മിൽ പഠിച്ചിരുന്ന കേസാണ് ഇത് ഫിക്സ്ഡ് ബീം. ഫിക്സ്ഡ് ബീം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കാൻഡിലിവറിൽ ഒരു സൈഡ് ഫിക്സ്ഡ് ആണെങ്കിൽ ഫിക്സ്ഡ് ബീമിൽ എന്തായിരിക്കും? രണ്ട് സൈഡും ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ ഒരു സ്പെഷ്യൽ കേസ്, ഫിക്സ്ഡ് ബീമിൻ്റെ കേസിൽ തന്നെയും അല്ലെങ്കിൽ കാൻഡിലിവറിൻ്റെ കേസിലുള്ള ഒരു സ്പെഷ്യൽ കേസാണ് പ്രോപ്ഡ് കാൻഡിലിവർ. പ്രോപ്ഡ് കാൻഡിലിവർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഫിക്സ്ഡും ഒരു സൈഡിൽ ഒരു പ്രോപ്പായിട്ട് അല്ലെങ്കിൽ ഒരു കുത്തു കൊടുക്കില്ല നമ്മൾ, അതുപോലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് പ്രോപ്ഡ് കാൻഡിലിവർ. നമുക്ക് പ്രോപ്ഡ് കാൻഡിലിവർ തൽക്കാലം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. നമുക്ക് ഈ ഒരു കേസിൽ പഠിക്കാനുള്ളത് എന്താണ്? കണ്ടിന്യൂസ് ബീമാണ്. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് എ ബീം വിത്ത് മോർ ദാൻ 2 സപ്പോർട്ട്സ്, അതാണെങ്കിൽ എന്ത് പറയും? കണ്ടിന്യൂസ് ബീം എന്ന് പറയും. നമ്മൾ ക്ലാസ് റൂമിലെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാകുന്നത്. കോളത്തിൽ നിന്ന് പിന്നെയും പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാവും അല്ലേ. അതായത് സാധാരണ രണ്ട് കോളത്തിൽ നിന്ന് ബീം സ്റ്റോപ്പ് ആവാതെ വരാന്തയിലേക്കുള്ള കോളത്തിലും കൂടെ ബീം എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പോൾ എത്ര സപ്പോർട്ട്സായി? അവിടെ 3 സപ്പോർട്ടായി. അപ്പോൾ അങ്ങനത്തെ കേസുകളിലാണ് നമ്മളെന്ത് പറയുന്നത്? കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. കാൻഡിലിവറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. സൺഷെയ്ഡെല്ലാം എന്താണ്? കാൻഡിലിവർ ആയിട്ടുള്ളൊരു കേസാണ് അല്ലേ. അതുപോലെ കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോർ ദാൻ 2 സപ്പോർട്ട്സ് ആണെങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് ബീം എന്ന് പറയും. നമ്മൾ ഈ കണ്ടിന്യൂസ് ബീമിനൊക്കെയാണ് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഈ സപ്പോർട്ട്സ് പറഞ്ഞിരുന്നാൽ തന്നെയും സപ്പോർട്ട് ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായി? റോളർ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായി, പിൻ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായി, ഫിക്സ് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായി. റോളർ സപ്പോർട്ടിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ റോളർ സ്കേറ്റ്സ് പോലത്തെ സപ്പോർട്ടാണ് ഇത് നമ്മുടെ റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ റിയാക്ഷനായിട്ട് നമുക്ക് എന്തെങ്കിലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റും? വേർട്ടിക്കൽ ലോഡ്സിനെ മാത്രമേ റെസിസ്റ്റ് ചെയ്യുള്ളൂ. വേർട്ടിക്കൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യുമ്പം നമുക്കതിൽ എന്തുണ്ടാവും? ഒരു വേർട്ടിക്കലായിട്ടുള്ളൊരു റിയാക്ഷൻ ഉണ്ടാവും. പിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോട്ടീസ് ബോർഡിലെല്ലാം പിന്ന് പ്രസ് ചെയ്ത് വെക്കില്ലേ, അതേപോലത്തെ കേസാണ് ഇത് നമ്മുടെ പിൻ്റെ സപ്പോർട്ട്. നോട്ടീസ് ബോർഡിലുള്ള കേസ് ആർത്താൽ മതി. നോട്ടീസ് ബോർഡിലുള്ള കേസിൽ നമ്മൾ ഒരു പേപ്പർ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിന് നിങ്ങൾക്ക് മേളിലേക്കോ താഴേക്കോ നീക്കാൻ പറ്റില്ലല്ലോ. വിത്ത് റെസ്പെക്ട് ടു ആ പിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പേപ്പറിനെ ഒറ്റ പെന്നാണെങ്കിൽ ആ പേപ്പറിന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതിന് മേളിലേക്ക് നീക്കാൻ പറ്റില്ല, ഹൊറിസോണ്ടലായിട്ടും നീക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ റിയാക്ഷൻ ഫോഴ്സാണ് വരുന്നത്? ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഫോഴ്സ് വരും, വെർട്ടിക്കൽ റിയാക്ഷൻ ഫോഴ്സ് വരും. റെസിസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെയായിരിക്കും? വെർട്ടിക്കൽ ലോഡും ഹൊറിസോണ്ടൽ ലോഡും റെസിസ്റ്റ് ചെയ്യും. ഒരു ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ രീതിയിലും ഫിക്സ്ഡ് ആയിരിക്കണം. അതായത് അതിനകത്ത് മൂവ്മെൻറ്റും പാടില്ല, റൊട്ടേഷനും പാടില്ല. ആ രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. നമ്മളിപ്പം ഒരു ജോയിൻ്റൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അത് ഫിക്സ്ഡ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് എത്ര ഫോഴ്സ് കൊടുത്താലും എന്താവില്ല, അവിടെ റൊട്ടേറ്റ് ആവില്ല. അതുപോലെ മേളിലേക്കും താഴേക്കും നീക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിനാണ് നമ്മളെന്ത് പറയുന്നത്? ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് സപ്പോർട്ടിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് ഏതൊക്കെയായിരിക്കും? ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും, വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, പിന്നെ റൊട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ടാവും? ഒരു മൊമെൻ്റ് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ റെസിസ്റ്റിംഗ് ലോഡുകൾ ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും, വെർട്ടിക്കൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും, അതുപോലെ മൊമെൻറ്റ്സിനെയും റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മുടെ ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ്. ഇനി തന്നെ നമുക്ക് ഈ സപ്പോർട്ടിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ഈ ബീമിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ഹിഞ്ച് സപ്പോർട്ടും ഒരു റോളർ സപ്പോർട്ടും ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള റിയാക്ഷൻ എന്തൊക്കെയായിരുന്നു? ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഒരു പിന്നാണെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ റോളർ ആണെങ്കിലോ നമുക്കൊരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും.
അപ്പോൾ മൊത്തം ഇവിടെ എത്ര റിയാക്ഷൻസ് ആണുള്ളത്? 1 2 3. നമുക്ക് അറിയാം ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണല്ലേ. ഏതൊക്കെയാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്? സം ഓഫ് ഫോഴ്സ് അബൌട്ട് എക്സ് ആക്സിസ് ഈക്വൽ 0, സം ഓഫ് ഫോഴ്സ് അബൌട്ട് വൈ ആക്സിസ് ഈക്വൽ 0, സം ഓഫ് മൊമെൻ്റ് അബൌട്ട് എനി പോയിൻറ്റ് ഈക്വൽ 0. നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആണുള്ളത്. നമുക്ക് 3 അൺനോണും 3 ഇക്വേഷനും ഉണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലേ? പണ്ട് മാത്സിൽ പഠിച്ചിരിക്കുന്ന പോലെ. മാത്സിൽ നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? നമ്പർ ഓഫ് ഇക്വേഷൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ ഈ കേസിൽ എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 3 ആണ്. നമ്പർ ഓഫ് ഇക്വേഷൻസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഡയറക്റ്റ്ലി ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം വെച്ച് മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു കേസ് ഉണ്ടെങ്കിൽ അത് നമ്മളെന്ത് പറയും? ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. ഇനി നമ്പർ ഓഫ് റിയാക്ഷൻസ് നമ്പർ ഓഫ് ഇക്വേഷൻസിനെക്കാട്ടും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം വെച്ച് മാത്രം സോൾവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഈ എൻഡ് ഫിക്സ്ഡ് ആണ്, ഈ എൻഡ് റോളറുണ്ട്, ഈ എൻഡ് റോളറുണ്ട്. ഈ ഫിക്സ്ഡ് എൻഡിൽ എത്ര ഫോഴ്സുകൾ വരും, അല്ലെങ്കിൽ എത്ര റിയാക്ഷൻസ് വരും? ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഒരു മൊമെൻ്റ് റിയാക്ഷൻ. 3 റിയാക്ഷൻ അല്ലേ? ഇവിടെയോ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ. ഇവിടെ എന്താണ്? റോളറാണല്ലേ. 2 റോളറാകുമ്പം ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് മൊത്തം ഇവിടെ എത്ര റിയാക്ഷൻ ഉണ്ട്? ഇപ്പം 3 4 5 അല്ലേ? വി ഹാവ് ഗോട്ട് 5 റിയാക്ഷൻസ്. നമുക്ക് എത്ര ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആണുള്ളത്? 3 ആണുള്ളത്. സിഗ്മ എഫ് എക്സ് ഈക്വൽ 0, സിഗ്മ എഫ് വൈ ഈക്വൽ 0, മൊമെൻ്റ് അബൌട്ട് എനി പോയിൻ്റ് ഈക്വൽ 0. നമുക്ക് 5 അൺനോണും 3 ഇക്വേഷനും സോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? അഡീഷണൽ ആയിട്ടുള്ള കണ്ടീഷൻസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ പറയുന്ന പേരാണ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്പർ ഓഫ് ഇക്വേഷൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയിരിക്കും. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഇങ്ങനെയുള്ള കേസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഇത് 3 മൊമെൻ്റ് തിയറം, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇതുമല്ല ഇനി കുറേ മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഇതൊക്കെയാണ്. 3 മൊമെൻ്റ് തിയറം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ നോട്ട് അയച്ചു തന്നിട്ടുണ്ടായില്ലേ. നമുക്ക് നോക്കുന്നത് മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. അതിനകത്ത് ഈ മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നിന്നാണ്. പക്ഷേ നിങ്ങൾക്ക് തൽക്കാലം ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിനെ പറ്റി പഠിക്കാനില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് എന്ത് പറയുന്നത് മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനെ പറ്റി മാത്രമാണ് പറയാൻ പോകുന്നത്. നമുക്ക് മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ഹാർഡി ക്രോസ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരെന്തായിട്ടാണ് ഹാർഡി ക്രോസ് മെത്തേഡ് എന്നൊരു പേരും കൂടെ ഉണ്ട്. ഇത് 1930 ആദ്യമായിട്ട് ആൾ ഒരു ജേർണൽ പേപ്പറിൽ ഈ മെത്തേഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെത്തേഡ് സിമ്പിളാണ്. അതായത് നമുക്കിപ്പം അൺനോൺസ് ആയിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഇവിടെ ഒരു റിയാക്ഷൻ, ഇവിടെ ഒരു റിയാക്ഷൻ, ഇവിടെ ഒരു റിയാക്ഷൻ അതല്ലേ? അത് ഇവിടെയുള്ള സപ്പോർട്ട് കൊണ്ടുള്ള റിയാക്ഷൻസ്, ഇവിടെയുള്ള സപ്പോർട്ട്, ഇവിടെയുള്ള സപ്പോർട്ട്. അതായത് ബേസിക്കലി ഇങ്ങനൊരു കണ്ടിന്യൂസ് ബീം വരുന്ന സമയത്ത് ഇതൊരു പിൻഡ് സപ്പോർട്ടാണെങ്കിൽ കൂടെയും ഇവിടെ ഒരു മൊമെൻ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ മൊമെൻ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. റിയാക്ഷനായിട്ടല്ല, മൊമെൻ്റ്. അതായത് ഒരു റെസിസ്റ്റിംഗ് മൊമെൻ്റ് 2 ബീമിൽ നിന്നും കൂടെ ഉള്ളത് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇതിനു വേണ്ടി ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു സപ്പോർട്ടും ആയിക്കോട്ടെ, ഏത് സപ്പോർട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? എല്ലാം ഫിക്സ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യും. അതിനാണ് നമ്മൾ ലോക്കിംഗ് ദ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി നമ്മൾ ലോക്ക് ചെയ്തിട്ട് പിന്നെ മെല്ലെ മെല്ലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന പോലെയാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പം ഈ കൊറോണയുടെ സമയത്ത് ചെയ്യുന്ന ലോക്ക്ഡൗൺ പോലെ. ലോക്ക്ഡൗൺ ആദ്യം എന്താ ചെയ്തത്? ആദ്യം എല്ലാം ലോക്ക് ചെയ്തു. പിന്നെ എവിടെയാണോ പ്രശ്നം കുറവുള്ളത് അതനുസരിച്ചിട്ട് ലോക്ക്ഡൗൺ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ നോക്കി അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും. അതായത് നമുക്ക് സപ്പോർട്ടിലെല്ലാം എന്ത് ചെയ്യും? ലോക്ക് ചെയ്ത് വെക്കും. എല്ലാ സപ്പോർട്ടും ലോക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ടും നമ്മൾ ഫിക്സ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യും. പിന്നെ നമുക്ക് വേണ്ട ജോയിൻ്റ് ഏതാണോ അവിടെ എന്ത് ചെയ്യും? അവിടെ ഒറിജിനലായിട്ടുള്ള ജോയിൻറ്റിന് തന്നെ അല്ലെങ്കിൽ ഒറിജിനലായിട്ടുള്ള സപ്പോർട്ട് തന്നെയാണെന്ന് വിചാരിക്കുക. ഈ ഒരു ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു മൊമെൻ്റ് ഉണ്ടാവും. അതായത് ഫിക്സ്ഡ് എൻഡ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൊമെൻ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ മൊമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും 2 മെമ്പറിലേക്ക്. നമുക്ക് അതിനാണ് ബാലൻസിങ് ദ അൺബാലൻസ്ഡ് മൊമെൻ്റ് എന്ന്
പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തരാം. ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഈ സാധനം പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ബീമിനെ ലോക്ക് ചെയ്യും, പിന്നെ ബീമിനെ അൺലോക്ക് ചെയ്തിട്ട് ബാലൻസ് ചെയ്യും. ഇതാണ് ബേസിക് സാധനം. നമുക്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ടേംസ് പഠിക്കേണ്ടത് ഇതിനകത്ത്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആദ്യം സ്റ്റെപ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സ്റ്റെപ്സ് ആയിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങളൊരു കാര്യം നോക്കണം, ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലൈഡിൻ്റെ മേളിലെല്ലാം ഇങ്ങനെ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ സ്റ്റെപ്സ് ഇൻ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് നോക്കാം. സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റിംഗ് ദ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ആണ്. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബീമിനെ നമ്മൾ ഫിക്സ്ഡ് എൻഡ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അതിനകത്തുള്ള മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇത് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ്, distribute the unbalanced moments, apply the carry over to the far ends, calculate the modified bending moment and draw the bending moment diagram. ഇതിനകത്ത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഓരോന്നോരോന്നായിട്ടുള്ളത് നോക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ 6 സ്റ്റെപ്പാണ് ഇതിനകത്ത് ബേസിക്കലി വരുന്നത്. നമുക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ 6 സ്റ്റെപ്പ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ആദ്യം തന്നെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബീമിനെ 2 സൈഡും ഫിക്സ്ഡ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബീമിനെ 2 സൈഡും ഫിക്സ്ഡ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുണ്ടാവുന്ന മൊമെൻറ്റിനെ, എൻഡിൽ വരുന്ന മൊമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ 3 കേസാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. ഈ 3 കേസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതല്ലാതെയും കുറേ കേസുകളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അറ്റ് പ്രസൻറ്റ് പഠിക്കേണ്ടത് ഏതാണ്ട് ഈ 3 കേസുകളാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം സൈൻ കൺവെൻഷൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, മൊമെൻറ്റിന് ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവും ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവും എന്നായിരുന്നു. ഈ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സൈൻ കൺവെൻഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി പറയും. ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവും ആയിരിക്കും. അതുപോലെ നിങ്ങൾ ഈ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻസും ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് താഴേക്കാണ് ഇവിടെ ലോഡ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ബീം എങ്ങനെയാണ് വളയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെയാണ് എന്ത് വേണ്ടത്, നിങ്ങളുടെ ഫിക്സ്ഡ് എൻഡുള്ള മൊമെൻറ്റ്സ് ആക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെയും ഒരു മൊമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ബീം തിരിച്ചിങ്ങോട്ട് ബെൻഡാവില്ലേ. അതായത് നിങ്ങൾക്ക് താഴേക്ക് ഈ ലോഡും ഉണ്ട്, ഇങ്ങനെ ബെൻഡാവുന്നതിന് എഗെയിൻസ്റ്റായിട്ട് ഈ 2 സൈഡിലുള്ള ഫിക്സ്ഡ് എൻഡ്സിൻ്റെ മൊമെൻറ്റും കൊണ്ട് ഓപ്പോസിറ്റായിട്ട് ബെൻഡാവും. അതായത് അൾട്ടിമേറ്റ്ലി എന്തായിക്കോളും, ഈ ഫിക്സ്ഡ് എൻഡ്സ് രണ്ടും ഫിക്സ്ഡ് ആയിട്ട് തന്നെ നിൽക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ റിയാക്ഷനായിട്ടുണ്ടാകുന്ന മൊമെൻ്റാണ് ഇത് ഈ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂ പഠിച്ചു വെക്കണം. ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പ്രോബ്ലത്തിന് വേണ്ട സാധനമാണിത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണിത്. അതായത് ഒരു ഫിക്സ്ഡ് ബീമിൻ്റെ മേളിൽ ഒരു UDL ആക്ട് ചെയ്യുകയാണെങ്കിൽ എൻഡിൽ എന്തായിരിക്കും, WL²/12 ആയിരിക്കും. സെൻറ്ററിൽ എന്തായിരിക്കും, WL²/24 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത്. പക്ഷേ ഈ കേസിൽ നമുക്ക് സെൻറ്ററിലുള്ളതിനെ പറ്റി കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട എന്താണ്, എൻഡിലുള്ള മൊമെൻറ്റ്സ് മാത്രമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സിൻ്റെ കേസ് നോക്കാം. ഫസ്റ്റ് ഒരു ഫിക്സ്ഡ് ബീമുണ്ട്, അതിൻ്റെ സെൻറ്ററിലൊരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യും L/2 സ്പാനിൽ. ഓക്കെ, L സ്പാനുള്ളതിനകത്ത് L/2 ഡിസ്റ്റൻസിൽ ഒരു P ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്, PL/8 ആയിരിക്കും. PL/8. ഈ സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അതുകൊണ്ട് തന്നെ എന്താണ്, നെഗറ്റീവ് വരും. ഈ സൈഡ് ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവ് വരും. ഈ ഡയറക്ഷൻ ഓർത്ത് വെക്കുക. ഡയറക്ഷൻ ഓർത്ത് വെക്കാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡ് ആക്ട് ചെയ്യുമ്പം ഈ ബീം ഇങ്ങനെയാണ് ബെൻഡ് ആവേണ്ടത്. അപ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് ബീമിനെ ബെൻഡാക്കുന്ന രീതിയിലാണ് ഫിക്സ്ഡ് എൻഡ് ആക്ട് ചെയ്യേണ്ടത്. അപ്പം ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സിൽ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് വളച്ച് നോക്കി, ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ബീം എങ്ങനെയാണ് വളയുക, ഇങ്ങനെയാണ് വളയുക. അതായത് ലോഡിന് ഓപ്പോസിറ്റായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബീമിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ഡയറക്ഷൻ വന്നിരിക്കുന്നത്. അത് ഈ സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെയും -PL/8 ആയി. ഈ സൈഡ് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് PL/8 പോസിറ്റീവായി. ഇനി ഒരു ഫിക്സ്ഡ് എൻഡിൽ UDL ആക്ട് ചെയ്യുകയാണെങ്കിലോ, UDL വിത്ത് ഇൻറ്റൻസിറ്റി സ്മോൾ w ഓവർ എ സ്പാൻ ഓഫ് ലെങ്ത് L എന്ത് കിട്ടും, -WL²/12
പ്ലസ് WL²/12. ഇനി ഒരു അസിമെട്രിക് ആയിട്ട്, അതായത് എക്സെൻട്രിക് ആയിട്ട് ഒരു ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും നോക്കി. ഒരു സ്പാൻ ഉണ്ട്, അതിലൊരു പോയിൻറ്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് A. ഈ എൻഡ് A എന്നുള്ള ഡിസ്റ്റൻസ് സ്മോൾ a ആണ്, എൻഡ് B എന്നുള്ള ഡിസ്റ്റൻസ് സ്മോൾ b ആണ്. ഇതിൻ്റെ ഫിക്സ്ഡ് മൊമെൻറ്റ്സ് പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇതിന് ആകെ ചെയ്യേണ്ടതെന്നാണ് നോക്കി, P(b²/a/L²). അതായത് A ആണ് സൈഡ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലെങ്ത്തിനെ സ്ക്വയർ ചെയ്യണം, P(b²a/L²). ബിയിലെ ഫിക്സ്ഡ് എൻഡ് ആണെങ്കിൽ എന്ത് പറ്റും, P(b) ഈ ലെങ്ത്ത് ഇതിനെ സ്ക്വയർ ചെയ്യണം, P(b)(a²) ടോട്ടൽ ലെങ്ത്ത് L². PB(a²/L²), PB²a/L². ഇതേപോലെ തന്നെ ഇവിടെ എന്താണ് പറ്റുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവാണ്, ക്ലോക്ക് വൈസ് ആണ്, അതുകൊണ്ട് പോസിറ്റീവാണ്. നിങ്ങൾ ഈ ഫിക്സ്ഡ് ആൻഡ് മൂവ്മെൻറ്റ്സിൻ്റെ സൈൻ കൺവെൻഷനും എന്താണ് ഈ വാല്യൂസ് എന്നുള്ളത് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. കാരണം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. നമ്മൾ കണ്ടില്ല ഇതിനകത്ത് ഫിക്സ്ഡ് ആൻഡ് മൂവ്മെൻറ്റ്സിൻ്റെ കാൽക്കുലേഷൻ, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്നാണ് പഠിക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ക്യാരീഡ് ബൈ ഈച്ച് ഓഫ് ദ മെമ്പേഴ്സ്. ഇത് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് നിങ്ങളുടെ ക്ലാസ്സിലുള്ള 3 അനങ്ങന്മാരില്ലേ, അപ്പം നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് വെച്ചിട്ടുണ്ടായി. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെ വിചാരിച്ചു. അപ്പം എന്ത് പറ്റി, ഈ 3 അനങ്ങന്മാരോട് വന്ന് ഇതെടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. ഇവരെന്ത് ചെയ്യും, ഇവർക്ക് 3 പേർക്ക് ഏകദേശം ഒരേ ശക്തിയാണ് നമുക്ക് അസ്യൂം ചെയ്യാം കേട്ടോ. തൽക്കാലത്തേക്ക് 3 പേര് വന്ന് 3 പേരും ഈ കേക്ക് എടുത്ത് കഴിച്ചു, കുഴപ്പമില്ല, 3 പേർക്ക് ഏകദേശം ഈക്വലായിട്ട് തന്നെ കിട്ടി. ഇനി ഈ 3 അനങ്ങന്മാരിൽ 2 അനങ്ങന്മാരും ഒന്ന് ശ്രീഹരിയാണ് വന്നതെന്ന് ആലോചിച്ച് നോക്കി, എന്ത് പറ്റിയിട്ടുണ്ടാവും, ശ്രീഹരി 90% കേക്ക് മേടിച്ച് പറ്റി കൊണ്ടുപോകും, 2 അനങ്ങന്മാർക്കും ചേർന്ന് എന്തേ കിട്ടുള്ളൂ, 10%, അതായത് 5%ഉം 5%ഉം മാത്രമേ കിട്ടുള്ളൂ. അതായത് നമ്മുടെ ഈ ഫോഴ്സിനെ അല്ലെങ്കിൽ ഈ കേക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എങ്ങനെയാണ്, കയ്യൂക്കിനനുസരിച്ചിട്ടാണ് ഈ ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നല്ലേ. ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർ വരികയാണെങ്കിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ വലിയ ഭാഗം ആരും കൊണ്ടുപോകും, കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ആൾ കൊണ്ടുപോകും. അതേപോലെ തന്നെ ഒരു അൺബാലൻസ്ഡ് മൊമെൻ്റ് ഉണ്ടാകുമ്പം കൂടുതൽ സ്റ്റിഫ്നെസ്, അതായത് മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റീനെ പറയുന്നതാണ് സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് എന്താണെന്ന് നോക്കി, സ്റ്റിഫ്നെസ് ഇസ് ദ മൊമെൻറ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് റൊട്ടേഷൻ അറ്റ് നിയർ എൻഡ് ഓഫ് എ മെമ്പർ. അതിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ഒരു മൊമെൻ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഒരു എൻഡിൽ ഒരു മൊമെൻ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ റൊട്ടേഷൻ, യൂണിറ്റ് റൊട്ടേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര മൊമെൻ്റ് അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഈ സ്റ്റിഫ്നെസ് ഫോർമുല നോക്കി, ഇപ്പോൾ ഈ ഫാർ എൻഡ് ഇതാണ് നമ്മളുടെ നിയർ എൻഡ്. അതായത് നമ്മൾ അടുത്തുള്ള ഭാഗമാണെങ്കിൽ നമ്മൾ നിയർ എൻഡ് എന്ന് പറയും, ദൂരമുള്ളതാണെങ്കിൽ ഫാർ എൻഡ് എന്ന് പറയും. ഈ നിയർ എൻഡിൽ ഒരു യൂണിറ്റ് റൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മൊമെൻ്റ് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫാർ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ് 4EI/L എന്നാണ് ഫോർമുല. ഈ നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, L എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെങ്ത്ത്. ഇനി നോക്കണേ, ഫാർ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ് 4EI/L ആയിരിക്കും. ഫാർ എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ് 3EI/L ആയിരിക്കും. ഈ പറഞ്ഞു വരാൻ കാരണം ഈ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ഒരു മൊമെൻ്റ് ഉള്ളതെന്ന് വിചാരിച്ചു ജോയിൻറ്റിൽ. ഈ ജോയിൻറ്റിൽ ഈ മൊമെൻ്റ് ഉണ്ടാകുമ്പം ഈ മൊമെൻറ്റിനെ ഈ മെമ്പറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലായിരിക്കും, ഓരോ മെമ്പറിൻ്റെയും സ്റ്റിഫ്നെസ്സിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ ഈ മെമ്പറിന് സ്റ്റിഫ്നെസ് കൂടുതലാണെങ്കിൽ ഈ മൊമെൻറ്റിൻ്റെ വലിയ ഭാഗം ആര് കൊണ്ടുപോകും, ഈ മൊമെൻ്റ് ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. അതുപോലെ ഇത് രണ്ടിനുമാണ് സ്റ്റിഫ്നെസ് കൂടുതലെങ്കിൽ കൂടുതൽ ക്യാരി ചെയ്യുന്നത് എന്തായിരിക്കും, ഇത് രണ്ടുമായിരിക്കും. ഓക്കെ, നമ്മുടെ കേക്കിൻ്റെ കേസ് പറഞ്ഞ പോലെ കേക്ക് ഇപ്പം 3 പേരും ഒരേ സ്ട്രെങ്ത്തുള്ള ആൾക്കാരാണ് വന്ന് കേക്ക് എടുക്കാൻ വന്നതെങ്കിൽ എന്ത് പറ്റി, 3 പേർക്കും ഈക്വലായിട്ടാണ് കേക്ക് കിട്ടിയത്. 3 പേരിൽ ഒരാൾ വന്ന് കുറച്ച് സ്ട്രെങ്ത്ത് കൂടിയ ആളാണെങ്കിൽ എന്ത് പറ്റും, ആൾ കൊണ്ടുപോകുന്നത് വലിയൊരു ഭാഗം കേക്കായിരിക്കും, ബാക്കിയുള്ള 2 പേർക്ക് എന്തേ കിട്ടുള്ളൂ, കുറഞ്ഞ ഭാഗമേ കിട്ടുള്ളൂ. അതാണ് ബേസിക്കലി എന്ത്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല,
നമ്മുടെ സ്റ്റിഫ്നെസ്സാണ്. സ്റ്റിഫ്നെസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരാൾക്ക് കിട്ടുന്നതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഈ റേഷ്യോനാണ് നമ്മളെന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അതായത് പ്രപ്പോർഷൻ ഓഫ് ദ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ക്യാരീഡ് ബൈ ഈച്ച് ഓഫ് ദ മെമ്പേഴ്സ്. ആ റേഷ്യോനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ് ഓഫ് എ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നോക്കണേ, സം ഓഫ് സ്റ്റിഫ്നെസ് ഓഫ് ഓൾ മെമ്പേഴ്സ് മീറ്റിംഗ് അറ്റ് ദാറ്റ് ജോയിൻറ്റ്. ഒരു ജോയിൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ജോയിൻ്റ് ആണെന്ന് വിചാരിച്ചോ, ഈ ജോയിൻറ്റ് ജെ. ഈ ജോയിൻറ്റ് ജെയിൽ ഏതൊക്കെ മെമ്പേഴ്സ് ജോയിൻ ആവുന്നുണ്ട്, എ ജെ, ബി ജെ, ജെ ഡി, ജെ സി. 4 മെമ്പറിൻ്റെയും സ്റ്റിഫ്നെസ് ആഡ് ചെയ്താൽ മാത്രമാണ് എന്ത് കിട്ടുക, ഈ ജോയിൻറ്റിലെ സ്റ്റിഫ്നെസ് കിട്ടുക. അതിനാണ് നമ്മൾ സ്റ്റിഫ്നെസ് ഓഫ് എ ജോയിൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ് ഓഫ് എ മെമ്പർ എന്തായിരിക്കും, ഈ കേസാണ്. ഫാർ ആൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ 4EI/L, ഫാർ ആൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ 3EI/L. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് എ മെമ്പർ മീറ്റിംഗ് അറ്റ് എ ജോയിൻറ്റ് ഈസ് K divided by sigma K, where K is the stiffness of the member, sigma K is the sum of stiffness of all members meeting at the joint. അതായത് ഒരു ജോയിൻറ്റിലുള്ള സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലേ, എല്ലാ മെമ്പേഴ്സിനെയും സ്റ്റിഫ്നെസ് ആഡ് ചെയ്താലാണ് ജോയിൻറ്റിലെ സ്റ്റിഫ്നെസ് വരിക. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പറിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നോക്കേണ്ടത്. അതിപ്പം ഇതൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഇത്. ഓക്കെ, ഇവിടെ ഇപ്പം ABCD എന്ന് പറഞ്ഞിട്ട് 4 ജോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ജോയിൻ്റ് ഏതാണെന്ന് നോക്കി, ഇവിടെ B എന്ന് പറഞ്ഞ ജോയിൻ്റാണ്. അപ്പം സ്റ്റിഫ്നെസ് ഓഫ് ജോയിൻറ്റ് B ശ്രദ്ധിച്ച് നോക്കാം. സ്റ്റിഫ്നെസ് ഓഫ് ജോയിൻറ്റ് B എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും, ഈ ബിയിലേക്ക് മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്, AB മെമ്പറുണ്ട്, BC എന്ന് പറഞ്ഞ മെമ്പറുണ്ട്. ഈ 2 മെമ്പറും കൂടെയാണ് B എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിയുടെ സ്റ്റിഫ്നെസ് എന്തായിരിക്കും, സ്റ്റിഫ്നെസ് ഓഫ് AB പ്ലസ് സ്റ്റിഫ്നെസ് ഓഫ് BC. സ്റ്റിഫ്നെസ് ഓഫ് AB നോക്കുക ആദ്യം. സ്റ്റിഫ്നെസ് ഓഫ് AB നോക്കുമ്പം AB നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ എൻഡ് എന്താണ് നമ്മുടെ, ഇതാണിപ്പോൾ നിയർ എൻഡ്, ഇതാണ് നമ്മുടെ ഫാർ എൻഡ്. ഓക്കെ, സ്റ്റിഫ്നെസ് ഓഫ് AB നോക്കുമ്പം എന്താ പറ്റുന്നത്, ഇവിടെ ഈ എൻഡ് പിൻഡാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു എന്താണ് കേസ്, ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻഡാണെങ്കിൽ 3EI/L ആണ്. അപ്പോൾ KAB എന്തായിരിക്കും, 3EI/L ആയിരിക്കും. ഇനി BC നോക്കുക. BC നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ കാണുമ്പോൾ റോളർ അല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ടാണ്, പക്ഷേ എന്താ പ്രശ്നം, ഇതൊരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു ഫിക്സ്ഡ് സപ്പോർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഇത് നമ്മളുടെ എൻഡിലുള്ളൊരു സപ്പോർട്ടാണെങ്കിൽ നമുക്ക് എന്ത് തന്നെ ആയിരിക്കും, ഈ കണ്ടീഷൻ തന്നെ ആയിരിക്കും സാറ്റിസ്ഫൈ ആവുന്നത്. പക്ഷേ ഇതെന്താണ് ഇപ്പോൾ ഉള്ളത്, ഇതൊരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് മെമ്പർ ഉണ്ടല്ലേ, ഇതൊരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. അപ്പം ഇതിൻ്റെ സ്റ്റിഫ്നെസ് എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, ഇതൊരു ഫിക്സ്ഡ് എൻഡ് ആണെന്ന് അസ്യൂം ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ സ്റ്റിഫ്നെസ് നോക്കേണ്ടത്. ഒരു ഫിക്സ്ഡ് എൻഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ് എന്താണ്, 4EI/L ആണ്. അപ്പോൾ KAB എന്തായി, 3EI/L ആയി. KBC എന്തായി, 4EI/L ആയി. അപ്പോൾ നമ്മുടെ സ്റ്റിഫ്നെസ് ഓഫ് ജോയിൻറ്റ് B എന്താവും, രണ്ടിൻ്റെയും സമ്മായിരിക്കും. സ്റ്റിഫ്നെസ് ഓഫ് ജോയിൻറ്റ് B എന്ന് പറഞ്ഞാൽ ABയുടെയും BCയുടെയും സമ്മായിരിക്കണം അല്ലേ. 3EI/L പ്ലസ് 4EI/L ഈക്വൽസ് 7EI/L. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് AB നോക്കി എന്തായിരിക്കും, നമുക്കറിയാം ഫോർമുല K ഡിവൈഡഡ് ബൈ സിഗ്മ K. K കാണുന്നില്ല ഇതിനകത്ത്, ഇവിടെ K ഉണ്ട്. K ഡിവൈഡഡ് ബൈ സിഗ്മ K ആണ്. K എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ഓഫ് AB. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് AB ഈക്വൽ സ്റ്റിഫ്നെസ് ഓഫ് AB ബൈ സിഗ്മ സ്റ്റിഫ്നെസ് ഓഫ് ജോയിൻറ്റ് B. സ്റ്റിഫ്നെസ് ഓഫ് AB എന്താണ്, 3EI/L. സ്റ്റിഫ്നെസ് ഓഫ് ജോയിൻറ്റ് B എന്താണ്, 7EI/L. ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 3/7 എന്ന് കിട്ടും. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ BC നോക്കി KBC ബൈ സിഗ്മ KB, 4EI/L ബൈ 7EI/L ഈക്വൽസ് 4/7. നിങ്ങൾക്കിനി ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്ത് കിട്ടിയ വാല്യൂ ശരിയാണോ തെറ്റാണോ നോക്കാനുള്ളൊരു എളുപ്പ വഴിയുണ്ട്. പിന്നെ ചെക്കാണിത്. ചെക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ജോയിൻറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്തായിരിക്കണം, 1 ആയിരിക്കണം. കാരണം നമ്മൾ ഒരു ജോയിൻറ്റിനെ വെച്ചിട്ടാണ് ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് 7EI/L എന്ന് പറഞ്ഞാൽ 3EI/L പ്ലസ് 4EI/L ആണല്ലോ. അതിനെ ഒന്നുകൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ആയിരിക്കണം, ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആവണം, 1 തന്നെ ആയിരിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ചെക്കാണ്. ഈ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റി കിട്ടണമെന്ന് മനസ്സിലാവും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേഷൻ്റെ അകത്ത്. ഓക്കെ,
ഇനി നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കിയേ, നിങ്ങളൊന്ന് ഈ വീഡിയോ കാണുന്നതിനിടയിൽ തന്നെയും അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ സി ഡി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതായത് എക്സ്പ്ലെയിൻ ഹൗ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ മെമ്പേഴ്സ് ഒ എ, ഒ ബി, ഒ സി meet at a rigid point O with ends A and B is fixed and C is hinged. എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വരിക എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമുക്ക് 3 മെമ്പേഴ്സാണുള്ളത്, ഒ എ, ഒ ബി ആൻഡ് ഒ സി. ഈ 3 മെമ്പേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ ജോയിൻ്റ് ഒ എന്ന് പറഞ്ഞത് റിജിഡ് ജോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോയിൻ്റ് ഓ റിജിഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ മെമ്പറും ഒരേ എമൗണ്ടിലാണ് റൊട്ടേറ്റ് ആവുക. അത് റിജിഡ് ജോയിൻ്റ് ആയതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, നമുക്ക് ഓരോ ജോയിൻറ്റിൻ്റെയും സ്റ്റിഫ്നെസ് ശ്രദ്ധിച്ച് നോക്കുകയും ആദ്യം സ്റ്റിഫ്നെസ് ഓഫ് ഒ എ എന്തായിരിക്കും? ജോയിൻ്റ് ഒ വെച്ചിട്ട് എയിലേക്ക് നോക്കിയേ, എ എന്താണ്? ഫിക്സ്ഡ് എൻഡ് ആണ്. ഫിക്സ്ഡ് എൻഡ് ആകുമ്പം സ്റ്റിഫ്നെസ് 4EI/L ആയിരിക്കും. ജോയിൻ്റ് ഒ ബി നോക്കിയേ, എന്തായിരിക്കും? ഫിക്സ്ഡ് എൻഡ് ആകുമ്പം പിന്നെയും 4EI/L ആയിരിക്കും. സി നോക്കുമ്പോഴോ, ഒ സി നോക്കുമ്പോൾ സി എന്താണ്? പിൻഡ് സപ്പോർട്ടാണ്. അതുകൊണ്ട് എന്തായി? സ്റ്റിഫ്നെസ് 3EI/L ആയി. ടോട്ടൽ സ്റ്റിഫ്നെസ് ഓഫ് ജോയിൻ്റ് ഒ സിഗ്മ KO ആയിരിക്കും, ഈക്വൽസ് 11EI/L. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ ഒ എ എന്തായിരിക്കും? 4EI/L ഡിവൈഡഡ് ബൈ 11EI/L അല്ലെങ്കിൽ 4/11. അതുപോലെ ഒ ബി 4/11, ഒ സി 3/11. ചെക്ക് ചെയ്ത് നോക്കുകയും 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അതിനർത്ഥം നമ്മൾ ഒ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ ഒരു മൊമെൻ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, എം മൊമെൻ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ എം മൊമെൻ്റ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത് എങ്ങനെയായിരിക്കും? ഒ എയിലും ഒ ബിയിലും ഈക്വൽ എമൗണ്ട് 4/11 ടൈംസ് ആ മൊമെൻ്റ് ഡിസ്ട്രിബ്യൂട്ട് ആവും. ബാക്കിയുള്ള 3/11 ഏതിൽ ഡിസ്ട്രിബ്യൂട്ട് ആവും? ഒ സി എന്ന് പറഞ്ഞ മെമ്പറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവും. അതായത് നമ്മൾ ഈ ജോയിൻറ്റിൽ മൊമെൻ്റ് കൊടുക്കുമ്പം ഈ ജോയിൻറ്റിൽ കൊടുക്കുന്ന മൊമെൻറ്റിനെ താങ്ങാനുള്ള ശേഷിനെയാണ് എന്ത് പറയുന്നത്? ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. എന്തുകൊണ്ടാണ് ഈ വാല്യൂസ് എടുത്തതെന്ന് നോക്കുക. ഈ ജോയിൻറ്റ് ഫിക്സ്ഡ് ആയതുകൊണ്ടാണ് 4EI/L വരുന്നത്. ഈ ജോയിൻറ്റ് പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് 3EI/L വരുന്നത്. ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ്റെ അത് നമുക്ക് എപ്പോഴും മാറിയും മറിഞ്ഞുമൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഈ പിൻഡ് സപ്പോർട്ട് എ അല്ലെങ്കിൽ ബി പിൻഡ് സപ്പോർട്ട് ഒക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ നോക്കുക ഏതാണ് പിൻഡ് സപ്പോർട്ട് വരുന്നതെന്നുള്ളത് ശ്രദ്ധിച്ച് അവിടെ എന്താവും? വാല്യൂ 3EI/L ആവും. ഫിക്സ്ഡ് ആണെങ്കിൽ 4EI/L ആയിരിക്കും. ഇനി നമുക്കുള്ളത് ക്യാരി ഓവറാണ്. ക്യാരി ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ക്യാരി ചെയ്യാറില്ല നമ്പറിനെ. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കി 13+8 നമ്മളെങ്ങനെ ആഡ് ചെയ്യാം? 13+8 വൺസ് പ്ലേസിലുള്ള 3യും 8ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 വരും. അപ്പോൾ 1 ബാക്കി 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരി ചെയ്യുമല്ലേ നമ്പർ. പിന്നെ ആ 1+1 2 വരും, ആൻസർ 21 കിട്ടും. നമ്മൾ ഈ ബാക്കിയുള്ള 1നെ നമ്മൾ എന്താ ചെയ്തത്? 10th പ്ലേസിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഈ നിയർ എൻഡിലൊരു മൊമെൻ്റ് അപ്ലൈ ചെയ്യുമ്പം ചില സമയത്ത് നമുക്ക് എന്ത് പറ്റും? ഈ മൊമെൻറ്റിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഫാർ എൻഡിലേക്ക് ക്യാരി ആവും. അതിനാണ് നമ്മൾ ക്യാരി ഓവർ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മൊമെൻറ്റം ഈസ് അപ്ലൈഡ് ടു ഹാവ് എ യൂണിറ്റ് റൊട്ടേഷൻ അറ്റ് നിയർ എൻഡ്. ദ മൊമെൻറ്റ് ഡെവലപ്ഡ് അറ്റ് ദ ഫാർ എൻഡ് ഇസ് കോൾഡ് ക്യാരി ഓവർ മൊമെൻറ്റ്. ഇവിടെ ഒരു മൊമെൻറ്റ് യൂണിറ്റ് റൊട്ടേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഫാർ എൻഡിലൊരു മൊമെൻറ്റ് ഡെവലപ്പ് ആവും. അതിനെയാണ് നമ്മൾ ക്യാരി ഓവർ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഈ ക്യാരി ഓവർ മൊമെൻറ്റ് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനില്ല. നമുക്ക് ആകെ 2 കേസ് ഓർത്താൽ മതി. ഒരു എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും ക്യാരി ഓവർ മൊമെൻറ്റ്? ഈ മൊമെൻറ്റിൻ്റെ പകുതിയായിരിക്കും. അതുപോലെ ഫാർ എൻഡ് പിൻഡാണെങ്കിൽ അല്ലെങ്കിൽ റോളർ ആണെങ്കിൽ ക്യാരി ഓവർ മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഇത്രേ ഉള്ളൂ. നമുക്കൊരു പിൻഡ് അല്ലെങ്കിൽ റോളർ ആണെങ്കിൽ അതിന് മൊമെൻ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മൊമെൻ്റ് അപ്ലൈ ചെയ്യുമ്പം എന്ത് പറ്റും?
ഇവിടെ അതിന് ക്യാരി ഓവറിൻ്റെ എഫക്റ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ക്യാരി ഓവർ മൊമെൻറ്റ് 0 ആവുന്നത്. ഇനി എന്താണ് ക്യാരി ഓവർ ഫാക്ടർ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് അറ്റ് ഫാർ എൻഡ് ടു ദ മൊമെൻറ്റ് അപ്ലൈഡ് അറ്റ് ദ നിയർ എൻഡ്. അതായത് നമ്മൾ ഈ മൊമെൻറ്റ് അപ്ലൈഡ് അറ്റ് ദ നിയർ എൻഡ്, മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് അറ്റ് ദ ഫാർ എൻഡ്, ഇത് രണ്ടുമാണല്ലോ ഉള്ളത്. അപ്പം ഈ മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് അറ്റ് ദ ഫാർ എൻഡ് ഡിവൈഡഡ് ബൈ മൊമെൻറ്റ് അപ്ലൈഡ് അറ്റ് ദ നിയർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്യാരി ഓവർ ഫാക്ടർ കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഫാർ എൻഡ് ഫിക്സ്ഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ക്യാരി ഓവർ മൊമെൻറ്റ് m/2 ആണ്. ഇവിടെ ഒരു m അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാരി ഓവർ m/2 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ക്യാരി ഓവർ ഫാക്ടർ എന്തായിരിക്കും? m/2 ഡിവൈഡഡ് ബൈ m ഈക്വൽസ് 1/2 അല്ലെങ്കിൽ 0.5. ക്യാരി ഓവർ ഇപ്പം പിൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ആണെങ്കിൽ എന്ത് പറ്റും? ക്യാരി ഓവർ മൊമെൻറ്റ് 0 ആണ്. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ m എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അതാണ് നമ്മളുടെ ക്യാരി ഓവർ ഫാക്ടർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ വരുന്നൊരു ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് നോക്കാം. ഇൻ ദ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, എവറി ജോയിൻറ്റ് ഓഫ് ദ സ്ട്രക്ചർ ടു ബി അനലൈസ്ഡ് ഈസ് ഫിക്സ്ഡ് സോ ആസ് ടു ഡെവലപ്പ് ദ fixed end moments. Then each fixed end is sequentially released and the fixed end moments which by the time of release are not in equilibrium are distributed to adjacent members until equilibrium is achieved. Moment distribution method in mathematical terms can be demonstrated as process of solving a set of simultaneous equations by means of iteration. അതായത് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ, എന്താണ് ആദ്യം ചെയ്യുന്നത്? ലോക്ക് ചെയ്യാണ്. എല്ലാ ജോയിൻറ്റും ലോക്ക് ചെയ്ത് ഫിക്സ്ഡ് എൻഡ് ആണെന്ന് അസ്യൂം ചെയ്യാണ്. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഫിക്സ്ഡ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഒരു ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യാമെന്ന് അസ്യൂം ചെയ്യും അതിനകത്തെല്ലാം. ഇനി ഈ ഓരോ ഫിക്സ്ഡ് ജോയിൻറ്റിനെയും മെല്ലെ മെല്ലെ റിലീസ് ചെയ്യും. എന്നിട്ട് ഈ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എന്ത് ചെയ്യും? അതിനെ കൂടെ ഉണ്ടാകുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സിൻ്റെ എഫക്റ്റും കൂടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. അപ്പം ആ ഫിക്സ്ഡ് എൻഡ് മൂവ്മെൻറ്റ്സ് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല. ആൻഡ് ദ ഫിക്സ്ഡ് എൻഡ് മൂവ്മെൻറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു അഡ്ജസൻറ്റ് മെമ്പേഴ്സ് അൺടിൽ ഇക്വിലിബ്രിയം ഈസ് അച്ചീവ്ഡ്. അതായത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതൊരു ഐറ്ററേറ്റീവ് പ്രോസസ്സാണ് ബേസിക്കലി. മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടണമെന്നില്ല. വീണ്ടും വീണ്ടും ചെയ്ത് നമുക്ക് വാല്യൂ ഈ കൺവേർട്ട് ചെയ്യിച്ചിട്ട്, അതായത് ഒരേ വാല്യൂവിനോട് അടുത്തടുത്ത് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. നിങ്ങൾക്ക് അങ്ങനെ ഐറ്ററേഷൻ്റെ ആവശ്യം വരില്ല ബേസിക്കലി, എന്നാലും ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്.